ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ MT വാസുദേവൻ നായർക്ക് സാംസ്കാരിക കേരളത്തിന്റെ വിട. അന്തിമോപചാരം അർപ്പിക്കാനെത്തി സാമൂഹിക രംഗത്തെ പ്രമുഖർ. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അനുശോചനം രേഖപ്പെടുത്തി. സംസ്കാരം മാവൂർ റോഡ് ശ്മശാനത്തിൽ ഇന്ന് വൈകുന്നേരം ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിച്ചു. അതുല്യ നേട്ടങ്ങൾ കൈവരിച്ച 17 കുട്ടികൾക്കാണ് പുരസ്കാരങ്ങൾ. ദേശീയ താൽപര്യത്തിനാണ് ഏത് ദുർഘട ഘട്ടങ്ങളിലും പ്രഥമ പരിഗണന നൽകേണ്ടതെന്ന് വീർ ബാൽ ദിവസ് പരിപാടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 41 ദിവസം നീണ്ട മണ്ഡലകാല തീർത്ഥാടനത്തിന് സമാപനം കുറിക്കുന്ന മണ്ഡലപൂജ ശബരിമലയിൽ ഇന്ന് നടന്നു. ബോർഡർ ഗാവസ്കർ ട്രോഫി 4ാം ക്രിക്കറ്റ് ടെസ്റ്റ് ആദ്യ ദിനത്തിൽ ഓസീസ് 6 വിക്കറ്റിന് 311 റൺസ് എന്ന നിലയിൽ. വാർത്തകൾ വിശദമായി. അതുല്യ കഥാകാരൻ MT വാസുദേവൻ നായർക്ക് മലയാളത്തിന്റെ വിട. കോഴിക്കോട്ടെ വസതിയിൽ സമൂഹത്തിലെ നാനാതുറയിൽ നിന്നുള്ള നിരവധി പേർ MTക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാർ, രാഷ്ട്രീയ നേതാക്കൾ M. മുകുന്ദൻ, സാറ ജോസഫ്, മോഹൻലാൽ, ഹരിഹരൻ തുടങ്ങി ചലച്ചിത്ര സാഹിത്യ മേഖലകളിൽ നിന്നുള്ള ഒട്ടേറെ പ്രമുഖർ ആദരമർപ്പിക്കാനെത്തി. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കോഴിക്കോട്ടെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയോടെയാണ് അദ്ദേഹം അന്തരിച്ചത്. സംസ്കാരം മാവൂർ റോഡ് ശ്മശാനത്തിൽ വൈകുന്നേരം 5-ന് ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. MTയോടുള്ള ആദരസൂചകമായി സംസ്ഥാനത്ത് ഇന്നും നാളെയും ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മന്ത്രിസഭായോഗവും താലൂക്ക് തല അദാലത്തുകളും ഉൾപ്പെടെ എല്ലാ സർക്കാർ പരിപാടികളും മാറ്റിവെച്ചിട്ടുണ്ട്. മലയാള സാഹിത്യത്തിന്റെ പ്രൗഢഗംഭീരമായ ഒരു കാലഘട്ടത്തിന് കൂടിയാണ് MTയുടെ വിടവാങ്ങലിലൂടെ തിരശ്ശീല വീഴുന്നത്. കേരളത്തിന്റെ സാമൂഹിക മാറ്റങ്ങളുടെയും ജീവിത സംസ്കാരത്തിന്റെയും പ്രതിഫലനമായിരുന്നു അദ്ദേഹത്തിന്റെ രചനകൾ. ഒരു റിപ്പോർട്ട്. പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിൽ 1933 ജൂലൈ 15 ജനിച്ച MT വാസുദേവൻ നായർ എഴുത്തുകാരൻ, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ എന്നിങ്ങനെ നിരവധി മേഖലകളിലൂടെ തന്റെ പ്രതിഭ ലോകത്തിനു മുന്നിൽ പകർന്നു. നാലുകെട്ട്, രണ്ടാമൂഴം, അസുരവിത്ത്, കാലം, മഞ്ഞ് തുടങ്ങി മലയാളത്തെ ലോക സാഹിത്യത്തിന്റെ നെറുകയിലെത്തിച്ച നിരവധി നോവലുകളും ചെറുകഥാ സമാഹാരങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾക്ക് പുറമെ 1995 ജ്ഞാനപീഠ പുരസ്കാരവും 2005 പത്മഭൂഷണും നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. കേരള ജ്യോതി പുരസ്കാരം, JC ഡാനിയൽ പുരസ്കാരം, എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ അവാർഡ്, വള്ളത്തോൾ പുരസ്കാരം ഉൾപ്പെടെ നിരവധി അവാർഡുകളും MTയെ തേടിയെത്തിയിരുന്നു. 6 ചിത്രങ്ങൾ സംവിധാനം ചെയ്ത MT നിർമാല്യത്തിലൂടെ മികച്ച സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരവും മലയാളത്തിന് സമ്മാനിച്ചു. ഒരു വടക്കൻ വീരഗാഥ, കടവ്, പരിണയം, സതയം എന്നിവയിലൂടെ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരങ്ങളും സ്വന്തമാക്കിയ MT 50ലേറെ മലയാള ചിത്രങ്ങൾക്ക് തിരക്കഥ രചിച്ചിരുന്നു. മലയാളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിന് പകരം വെക്കാനില്ലാത്ത പ്രതിഭയെയാണ് MTയുടെ വിയോഗത്തിലൂടെ നഷ്ടമായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ നിരവധി പ്രമുഖർ MT വാസുദേവൻ നായരുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. ഗ്രാമീണ ഇന്ത്യയെ തന്റെ രചനകളിലൂടെ വരച്ചു കാട്ടിയിരുന്ന MTയുടെ വിയോഗം സാഹിത്യ ലോകത്തിന് നികത്താനാകാത്ത നഷ്ടമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. മാനുഷിക വികാരങ്ങളുടെ ആഴത്തിലുള്ള അവലോകനമായിരുന്നു MTയുടെ കൃതികളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചന സന്ദേശത്തിൽ കുറിച്ചു. സാഹിത്യത്തെയും സിനിമയെയും പത്രപ്രവർത്തനത്തെയും ഒരുപോലെ സമ്പന്നമാക്കിയ ബഹുമുഖ പ്രതിഭയായിരുന്നു MT എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അനുസ്മരിച്ചു. മലയാളത്തെ ലോക സാഹിത്യത്തിന്റെ നെറുകയിലെത്തിച്ച പ്രതിഭയാണ് MTയുടെ വിയോഗത്തിലൂടെ നഷ്ടമായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സാഹിത്യത്തെയും സിനിമയെയും സാംസ്കാരിക ആവിഷ്കാരത്തിന്റെ ശക്തമായ മാധ്യമമാക്കി മാറ്റിയ പ്രതിഭയാണ് MT എന്ന് പ്രിയങ്ക ഗാന്ധി MP അനുശോചന സന്ദേശത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിച്ചു. 7 വിഭാഗങ്ങളിലായി അതുല്യ നേട്ടങ്ങൾ കൈവരിച്ച 17 കുട്ടികൾക്കാണ് ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ നൽകിയത്. പുരസ്കാര ജേതാക്കളെ അഭിനന്ദിച്ച രാഷ്ട്രപതി സമാനതകളില്ലാത്ത ഈ നേട്ടങ്ങൾ രാജ്യത്തെ എല്ലാ പൌരന്മാർക്കും പ്രചോദനമാകുമെന്നും അഭിപ്രായപ്പെട്ടു. ഗുരു ഗോബിന്ദ് സിംഗിന്റെ പുത്രന്മാരുടെ സമാനതകളില്ലാത്ത ത്യാഗത്തെയും ധൈര്യത്തെയും ബഹുമാനിക്കുന്നതിനാണ് എല്ലാ വർഷവും വീർ ബാൽ ദിവസ് ആചരിക്കുന്നതെന്നും ശ്രീമതി മുർമു പറഞ്ഞു.
आपने जो हासिल किए हैं वो आश्चर्यजनक है। आप सब में जो गुण है वो अतुलनीय है। अपने देश के बच्चों के लिए आदर्श प्रस्तुत किए। देश प्रेम की भावना ही बच्चों को और राष्ट्र हित के लिए समर्पित होने के मार्ग पर ले जाती है। കല, സംസ്കാരം, ധീരത, നൂതനാശയങ്ങൾ, ശാസ്ത്ര സാങ്കേതികവിദ്യ, സാമൂഹിക സേവനം, കായികം, പരിസ്ഥിതി എന്നീ മേഖലകളിൽ കൈവരിച്ച നേട്ടങ്ങൾ പരിഗണിച്ചാണ് പുരസ്കാരം നൽകുന്നത്. ദേശീയ താൽപര്യത്തിനാണ് ഏത് ദുർഘട ഘട്ടങ്ങളിലും പ്രഥമ പരിഗണന നൽകേണ്ടതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വീർ ബാൽ ദിവസ് പരിപാടിയെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവശക്തി ചരിത്രത്തിലുടനീളം ഇന്ത്യയുടെ പുരോഗതിയിൽ വലിയ പങ്കുവഹിച്ചതായും അദ്ദേഹം പറഞ്ഞു. वीर बाल दिवस का ये दिन हमें ये सिखाता है कि चाहे कितनी भी विकट स्थितियां आए, कितना भी विपरीत समय क्यों न हो, देश और देश हित से बड़ा कुछ नहीं होता. इसलिए देश के लिए किया गया हर काम वीरता है. देश के लिए जीने वाला हर बच्चा, हर युवा वीर बालक है. ഗുരു ഗോവിന്ദ് സിംഗിന്റെ പുത്രന്മാരുടെ സമാനതകളില്ലാത്ത ധീരതയെയും ത്യാഗത്തെയും വീർ ബാൽ ദിവസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. പോഷകാഹാര സേവനങ്ങളുമായി ബന്ധപ്പെട്ട സുപോഷിത് ഗ്രാമപഞ്ചായത്ത് അഭിയാന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി ചടങ്ങിൽ നിർവഹിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ശബരിമലയിൽ വ്രതശുദ്ധിയുടെ 41 ദിവസം നീണ്ട മണ്ഡലകാലത്തിന് സമാപനം കുറിക്കുന്ന മണ്ഡലപൂജ ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ ഇന്ന് നടന്നു. ഉച്ചയ്ക്ക് 12-നും 12:30-നും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ നടന്ന മണ്ഡലപൂജയ്ക്ക് തന്ത്രി കണ്ഠരര് രാജീവര് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇന്ന് രാത്രി 10-ന് നട അടയ്ക്കുന്നതോടെ മണ്ഡലകാലത്തിന് സമാപനമാകും. മകരവിളക്ക് മഹോത്സവത്തിനായി ഈ മാസം 30-നാണ് വീണ്ടും നട തുറക്കുക. ജനുവരി 14-നാണ് മകരവിളക്ക്. സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണത്തിന്റെ ഭാഗമായി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഇന്നലെ വരെ 32 ലക്ഷം പേരാണ് മണ്ഡലകാലത്ത് ശബരിമലയിൽ ദർശനം നടത്തിയത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് 4 ലക്ഷം പേരുടെ വർധനയാണ് തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഉണ്ടായത്. കേരളത്തിലും തമിഴ്നാട്ടിലും ആയിരക്കണക്കിന് ആളുകളുടെ ജീവനെടുത്ത സുനാമി ആഞ്ഞടിച്ചിട്ട് ഇന്ന് 20 വർഷം പൂർത്തിയായി. ഇന്തോനേഷ്യയിലെ സുമാത്രയിൽ കടലിനടിയിലുണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് 2004 ഡിസംബർ 26-നാണ് ഭീതിപ്പെടുത്തുന്ന സുനാമി തിരമാലകൾ ദക്ഷിണേന്ത്യൻ തീരങ്ങളിലേക്കെത്തിയത്. കേരളത്തിൽ 236 പേർക്കും തമിഴ്നാട്ടിൽ 7000-ഓളം പേർക്കും സുനാമിയിൽ ജീവൻ നഷ്ടമായിരുന്നു. സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും ഭീതിജനകമായ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നായാണ് സുനാമിയെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 58 ലക്ഷം സ്വാമിത്വ ഭൂ ഉടമ കാർഡുകളുടെ വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിക്കും. 10 സംസ്ഥാനങ്ങളിലെ വിവിധ ഗ്രാമങ്ങളിൽ നിന്നുള്ള ജനങ്ങൾക്കാണ് കാർഡുകൾ നൽകുന്നത്. പദ്ധതിയിലൂടെ 2 കോടി ഭൂ ഉടമ കാർഡുകളുടെ വിതരണം ഇതോടെ പൂർത്തിയാകും. ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി ചടങ്ങിൽ സംവദിക്കും. കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്, സഹമന്ത്രി SP സിംഗ് ബാദൽ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്തിന്റെ 117-ാം പതിപ്പ് ഈ മാസം 29-ന്. പരിപാടിക്കായുള്ള പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ മാസം 27 വരെ സമർപ്പിക്കാം. 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലും നരേന്ദ്രമോദി ആപ്പ്, MyGov ഓപ്പൺ ഫോറം എന്നിവയിലൂടെയും അഭിപ്രായങ്ങൾ അറിയിക്കാം. മെൽബണിൽ നടക്കുന്ന ഇന്ത്യ-ഓസ്ട്രേലിയ ബോർഡർ ഗാവസ്കർ ട്രോഫി 4ാം ക്രിക്കറ്റ് ടെസ്റ്റ് ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ ഓസീസ് 6 വിക്കറ്റ് നഷ്ടത്തിൽ 311 റൺസ് എന്ന നിലയിൽ. ടോസ് നേടിയ ഓസ്ട്രേലിയ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇരു ടീമുകളും ഓരോ മത്സരം വീതമാണ് വിജയിച്ചിരിക്കുന്നത്. ഒരു മത്സരം സമനിലയിൽ പിരിയുകയായിരുന്നു. 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ ഒഡീഷ പശ്ചിമ ബംഗാളിനെ നേരിടുന്നു. രാത്രി 7:30-ന് നടക്കുന്ന മത്സരത്തിൽ ഡൽഹി മണിപ്പൂരിനെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ MD വാസുദേവൻ നായർക്ക് സാംസ്കാരിക കേരളത്തിന്റെ വിട. അന്തിമോപചാരം അർപ്പിക്കാനെത്തി സാമൂഹിക രംഗത്തെ പ്രമുഖർ. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അനുശോചനം രേഖപ്പെടുത്തി. സംസ്കാരം മാവൂർ റോഡ് ശ്മശാനത്തിൽ ഇന്ന് വൈകുന്നേരം ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും.
പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. അതുല്യ നേട്ടങ്ങൾ കൈവരിച്ച 17 കുട്ടികൾക്കാണ് പുരസ്കാരങ്ങൾ. ദേശീയ താൽപര്യത്തിനാണ് ഏത് ദുർഘട ഘട്ടങ്ങളിലും പ്രഥമ പരിഗണന നൽകേണ്ടതെന്ന് വീർ ബാൽ ദിവസ് പരിപാടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 41 ദിവസം നീണ്ട മണ്ഡലകാല തീർത്ഥാടനത്തിന് സമാപനം കുറിക്കുന്ന മണ്ഡലപൂജ ശബരിമലയിൽ ഇന്ന് നടന്നു. ബോർഡർ ഗാവസ്കർ ട്രോഫി 4ാം ക്രിക്കറ്റ് ടെസ്റ്റ് ആദ്യ ദിനത്തിൽ ഓസീസ് 6 വിക്കറ്റിന് 311 റൺസ് എന്ന നിലയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.